20ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. എന്താ 20ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്? നമുക്ക് രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്. x² മൈനസ് kx പ്ലസ് 1 is equal to 0 x² മൈനസ് 3x പ്ലസ് k is equal to 0. അപ്പോൾ ഈ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താ? ഹാവ് എ കോമൺ റൂട്ട് ആണ്. ഓർത്ത് വെച്ചു, ഹാവ് എ കോമൺ റൂട്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിന് ഈ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ a1 is equal to 1. ഇത് a1x² പ്ലസ് b1x പ്ലസ് c1 is equal to 0 ആയിട്ടും ഇതിനെ a2x² പ്ലസ് b2x പ്ലസ് c2 is equal to 0 ആയിട്ടും പരിഗണിക്കുക. a1 1 b1 മൈനസ് a c1 1 a2 1 b2 മൈനസ് 3 c2k എന്ന ഫസ്റ്റ് മുഴുവൻ മൂല്യങ്ങൾക്കും കിട്ടും. അപ്പോൾ ഈ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന് ഒരു കോമൺ റൂട്ട് ഉണ്ട്. ഹാവ് എ കോമൺ റൂട്ട് എന്ന് ഏതെങ്കിലും ക്വസ്റ്റ്യൻ നോട്ട് വന്നാൽ അവിടെ നമ്മൾ ചെയ്യുന്ന അപ്രോച്ച് എന്താണെന്ന് അറിയാമോ? a1c2 മൈനസ് a2c1 ഡിവൈഡഡ് ബൈ a1b2 മൈനസ് a2b1 is equal to b1c2 minus b2c1 divided by a1b2 minus a2b1 the equation satisfy ചെയ്യാം. ഓക്കെ ആണോ? a2c1 minus a2c1 ആണ് കേട്ടോ, തിരിച്ചാണ് a2c1 minus a1c2 divided by a1b2 minus a2b1 is equal to b1c2 minus b2c1 divided by a1b2 minus a2b1. അപ്പോൾ കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ഇട്ട് കൊടുത്ത് നോക്കാം. a2 ആരുടെ അവിടെ 1 into 1 minus 1 into k divided by 1 into minus 3 minus 1 into minus k is equal to b1c2 എന്തോടെ minus k into k minus of minus 3 into 1 divided by 1 into minus 3 minus 1 into minus 3. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കെയുടെ വാല്യൂ കിട്ടും. ആ കെയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടേണ്ടത് ഓപ്ഷൻ സി 2 വന്ന് കിട്ടണം. ഓപ്ഷൻ സി എന്ത് കിട്ടണം? 2 വന്ന് കിട്ടണം. ഓക്കെയാണോ? നിങ്ങളുടെ 21ാമത്തെ ക്വസ്റ്റ്യൻ. 21ഉം 22ഉം സമാനമായ രീതിയിലുള്ള ക്വസ്റ്റ്യനാണ്. സാർ 21 ചെയ്തു തരാം, 22 സ്വന്തമായി ചെയ്യാം. എന്താ 21ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്? ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ x² മൈനസ് 2x പ്ലസ് 2 is equal to. സോ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ രണ്ട് റൂട്ട്സ് ആണ് ആൽഫയും ബീറ്റയും എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആൽഫ റൈസ് ടു 18 പ്ലസ് ബീറ്റ റൈസ് ടു 18? ആൽഫ റൈസ് ടു 18ൻ്റെയും ബീറ്റ റൈസ് ടു 18ൻ്റെയും സം എത്രയെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. a1 ആണെന്നും b-2 ആണെന്നും c2 ആണെന്നും അറിയാം. എക്സിൻ്റെ വാല്യൂ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² minus 4 into a into c divided by 2a ആണ് അറിയുന്നത്. x is equal to 2 plus or minus root of അല്ലേ ഇതിൻ്റെ ഫോർമുല ആണോ അറിയാമല്ലോ അല്ലേ? 4 minus 8 divided by 2 എന്ന് കിട്ടും. that is x is equal to 2 plus or minus root of minus 4 divided by 2 എന്ന് കിട്ടും. ഈ റൂട്ട് ഓഫ് മൈനസ് 4നെ നമുക്ക് റൂട്ട് ഓഫ് 4 into മൈനസ് 1 തരണം. ഫസ്റ്റ് ഇയർ കോംപ്ലക്ഷൻ ഉണ്ടാകും. ഇതിന് നമുക്ക് റൂട്ട് 4 into റൂട്ട് ഓഫ് മൈനസ് 1 എന്നെങ്കിൽ 2i എന്നാകും. അപ്പോൾ എത്രയായി? എക്സ് is equal to 2 plus or minus 2i divided by 2 എന്ന് കിട്ടി. ദാറ്റ്സ് ഈക്വൽ ടു എക്സിൻ്റെ ഒരു വാല്യൂ 2 ഇഞ്ച് കോമൺ എടുത്താൽ ഇത് 1 പ്ലസ് or minus I divided by 2 എന്ന് കിട്ടും. 2 2 കട്ടായി പോയി. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്? എക്സ് is equal to 1 plus I എന്ന് കിട്ടി. അടുത്ത എക്സ് is equal to 1 minus I എന്ന് കിട്ടി. എക്സ് is equal to 1 plus I എന്ന് കിട്ടി. x
എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് ഐ എന്ന് കിട്ടി. അപ്പോൾ ഇയാളെ ഞാൻ ആൽഫ എന്ന് വിളിച്ചു. ഇതെല്ലാം റൂട്ട്സ്. ഇയാളെ നമുക്ക് ബീറ്റ എന്ന് വിളിക്കും. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ഇസ് ഈക്വൽ ടു കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആൽഫ റേസ് ടു 18 പ്ലസ് ബീറ്റ റേസ് ടു 18 അല്ലേ? അപ്പോൾ 1 പ്ലസ് ഐ ദ ഹോൾ റേസ് ടു 18 പ്ലസ് 1 മൈനസ് ഐ ദ ഹോൾ റേസ് ടു 18 കണ്ടുപിടിക്കും. അപ്പം ഞാൻ നിങ്ങളുടെ തൊട്ട് മുമ്പത്തെ സെക്ഷനിൽ കോംപ്ലക്സ് നമ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, ഒരു കോംപ്ലക്സ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എന്ത് പവർ, ഒരു എൻ പോസിറ്റീവ് ഇൻറ്റിജർ വന്നാൽ എന്ത് ചെയ്യണം? ഡിമൂവിയസ് തിയറം ചെയ്യണമെന്ന് പറഞ്ഞു ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് ഡിമൂവിയസ് തിയറം ചെയ്തത്? ആദ്യം ഇയാളെ എന്ത് ഫോമിലോട്ട് മാറി? ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന ഫോമിലോട്ട് മാറ്റി പിന്നെ 18th പവർ പുറത്തേക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ ഈ ക്വസ്റ്റ്യനും തൊട്ട് അടുത്ത് വരുന്ന ക്വസ്റ്റ്യനായി 22 സമാനമായ രീതിയിൽ ചെയ്യുക. ഇതിൻ്റെ ആൻസർ കിട്ടും. അത്ര സിമ്പിളാണ് ഈ ചാപ്റ്റർ. അപ്പോൾ താങ്ക് യു.